വിജയൻ IPS അദ്ദേഹത്തെ അറിയാത്തവരായി ഈ കേരളക്കരയിൽ ആരും ഉണ്ടാകില്ല. തിരുത്തി പറയിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് തുടങ്ങുന്നത് 10ാം ക്ലാസ്സിൽ തോറ്റ പഠനം ഉപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പൊരുതി നേടിയതാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും അപ്പുറമാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു പാർട്ടാണ്. പിന്നീട് അദ്ദേഹം ചെയ്തത് മുഴുവൻ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാര്യങ്ങൾ മാത്രമായിരുന്നു. പുണ്യം പൂങ്കാവനം, സ്റ്റുഡൻസ് കേഡറ്റ് പദ്ധതി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ADGP ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത്. അതിലേക്ക് അദ്ദേഹം വന്നത് പോലും ഒരു മധുര പ്രതികാരം വീട്ടിൽ കൂടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ്. ഹോപ്പിന്റെ കുടുംബ സംഗമം. എന്താണ് മാഷെ ഹോപ്പ്? അതിന്റെ പ്രാധാന്യം എന്താണ്? അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഹോപ്പ് തീർച്ചയായിട്ടും ഹോപ്പ്ലെസ് ആയിട്ടുള്ള മനുഷ്യർ, ഹോപ്പ്ലെസ് ആയ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ നീ പറഞ്ഞ പോലെ വിജയൻ അത്ഭുത മനുഷ്യനാണ്. മാത്രമല്ല പോലീസ് എന്ന് പറഞ്ഞാൽ പേടിക്കാനുള്ളൊരു സാധനമാണ് എന്ന് പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിലുണ്ടല്ലോ. നമ്മൾ അമ്മമാർ ചോറ് കൊടുക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ടെന്നാണല്ലോ പറയുക. അതിന് പകരം പോലീസ് എന്ന് കേട്ടാൽ സ്നേഹിക്കേണ്ട ഒന്നായി, ചേർത്ത് പിടിക്കേണ്ട ഒന്നായി കുട്ടികളുടെ മനസ്സിൽ തന്നെ പോലീസിനോടുള്ള ഒരു സ്നേഹം വളർത്തിയെടുത്ത ഒരാളാണ്. അതുകൊണ്ട് ഈ സ്നേഹം തോന്നുന്ന പോലീസിനെ മാറ്റിയ ഒരാൾ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ച ഒരാൾ, വന്ന വഴിയിൽ എന്തൊക്കെയാണോ പ്രതിബന്ധങ്ങൾ നേരിട്ടത് അതൊക്കെ പാഠമാക്കിയ ഒരാൾ, ആ പാഠങ്ങളൊക്കെ സമൂഹത്തിന് പരിഹാരമായി തിരിച്ചു കൊടുത്ത ഒരാൾ, അങ്ങനെ ഒരാളാണ് വിജയൻ സാർ. ഇന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഹോപ്പാണ്. ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഹോപ്പ്ലെസ് ആയ എന്ന് വെച്ചാൽ SSLC +2 തുടങ്ങിയ പരീക്ഷകളിൽ തോൽക്കും, അതിന് മുമ്പുള്ള പരീക്ഷകളിലും തോൽക്കും. തോറ്റ കുട്ടികൾക്ക് ഇപ്പോൾ ഈ അന്തിമ പരീക്ഷയ്ക്ക് മുമ്പുള്ള പരീക്ഷകളിലൊക്കെ തോറ്റ കുട്ടികൾക്ക് വീണ്ടും അവസരമുണ്ട്. പരീക്ഷ എന്ന് പറയും. അതിലും തോറ്റവർ പിന്നെ ഹോപ്പ്ലെസ് ആണ്. അവര് പിന്നെ പോകുന്നത് യൂസ്ലെസ് ആയിട്ടാണ്. അദ്ദേഹം പറയുന്ന ഇപ്പൊ വിജയൻ സാറിന്റെ വാക്ക് തന്നെയാണ് പറയുന്നത്, യൂസ്ലെസ്സുകളായിട്ട് പോവുക. സമൂഹവും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അവനെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് പരിഗണിക്കുക. അവരെ കുറിച്ച് വല്ലാത്ത ട്രോമയിലേക്ക് പോകും. അവരിൽ പലരും പിന്നീട് മയക്കുമരുന്നിന്റെ ഒക്കെ അഡിക്റ്റ് ആയിട്ട് പോകുന്നു, ക്രിമിനലുകളായിട്ട് പോകുന്നു, സമൂഹത്തെ ജീവിതം വെറുക്കുന്നു, ചിലരെങ്കിലും ആത്മഹത്യ പോലുള്ള ചിന്തയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലുള്ള കുട്ടികളെയാണ് നിങ്ങൾ യൂസ്ലെസ് അല്ല, യൂസ്ലെസ് ആണ് അദ്ദേഹത്തിന്റെ പ്രയോഗമാണത്. അദ്ദേഹത്തിന് അതിൻ്റെ വാക്കുകൾ ഞാൻ പറയണം. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, യൂസ്ലെസ്സുകളില്ല, ഒക്കെ യൂസ്ഡ് ലെസ് ആണ്. അവരെ യഥാർത്ഥത്തിൽ എന്താണോ അവരുടെ കഴിവ് അത് നമ്മൾ കണ്ടെത്തി ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും കുറച്ച് ഉപയോഗിക്കപ്പെട്ട മനുഷ്യരെയാണ് നമ്മൾ യൂസ്ലെസ്സുകൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ഹോപ്പ്ലെസ് ആയ കുട്ടികളെ കൊണ്ടുപോയി പരീക്ഷയിലും കൂടി തോറ്റുപോയ കുട്ടികളെ കണ്ടെത്തിയിട്ട് ഇതുവരെയുള്ള 4500 കുട്ടികളെ, ഇത് കേരള പോലീസിന്റെ പ്രോജക്റ്റാന്ന് ഓർക്കണം. കേരള പോലീസിന് ഒരു വർഷം കിട്ടുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ പ്രോജക്റ്റിന് പണമെടുക്കുന്നത്. പോലീസിന്റെ ഫണ്ടിൽ അത്തി വാങ്ങാനും, ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ കണ്ണീർ വാതകം വാങ്ങാനും, ആളുകളെ തല്ലാനും, ഇടിമുറികൾ ഉണ്ടാക്കാനും ഒക്കെയാണെന്നുള്ള നമ്മുടെ ധാരണ. പക്ഷെ ആ ഫണ്ട് ഇങ്ങനെ ഉപയോഗിക്കാം, ഹോപ്പ്ലെസ് ആയ ആളുകൾക്ക് ഹോപ്പ് കൊടുക്കാൻ. അവരുടെ 4500 പേരുടെ അവർക്ക് പിന്നെ തൊഴിൽ അവരെ പാസ്സാക്കിയേ അടങ്ങും എന്ന അവസ്ഥയിൽ അവരെ വീണ്ടും പഠിപ്പിച്ച്, അവരുടെ എന്താണ് ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ്, വീട്ടിലെ സാഹചര്യം എന്താണ് കുറവ്, സൈക്കോളജികളെ അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് വീട്ടുകാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ജയിപ്പിച്ചേ അടങ്ങും. എന്നിട്ട് അങ്ങനെ ജയിച്ചിട്ട് അവരെ ആവശ്യമുള്ള തൊഴിൽ പഠിപ്പിച്ച് പലരും ജീവിതത്തിൽ വലിയ വിജയം നേടിയിട്ട് അങ്ങനെ 4500 കുട്ടികളെ, ഇത് തുടങ്ങുന്നത് 2017 8 കൊല്ലമായി. 8 കൊല്ലം കൊണ്ട് 4500-ലേറെ കുട്ടികളെ വിജയിപ്പിച്ച് ജീവിതത്തിലെ കരുത്തന്മാരാക്കി മാറ്റിയതിൻ്റെ ആഘോഷമാണെന്ന് തിരുവനന്തപുരത്ത് നടന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നേടിയ ഒരാളാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വപ്നം, ഇദ്ദേഹം പഠിച്ചുകൊണ്ടാണല്ലോ, ഇദ്ദേഹം പുത്തൂർ മഠം എന്ന് പറയും, നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പുത്തൂർ മഠം സ്വദേശിയാണ്, കോഴിക്കോട്ടുകാരനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം, അവിടുത്തെ ഒരു UP സ്കൂളിലാണ്, ഒരു AMUPS പുത്തൂർ മഠം, അവിടെയാണ് പഠിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം പഠിപ്പ് മുടങ്ങുന്നത്. പിന്നെയാണ് അദ്ദേഹം കോഴിക്കോട്ട് പഠിക്കുമ്പോഴാണ് ഹൈസ്കൂൾ പഠനം മുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം വീണ്ടും പഠിച്ചു, കൂലിപ്പണിയെടുത്ത് പഠിച്ചു. പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി, ഡൽഹിയിൽ പഠിക്കാൻ പോയി. അങ്ങനെയാണ് IPSകാരനായി വലിയ നിലയിൽ എത്തുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് മോഹം ഉണ്ടായിരുന്നു, ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയായിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒടുവിൽ പഠിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ചൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഹാർവാർഡാണ്. ലോകത്തിലെ എല്ലാ ബുദ്ധിജീവികളുടെയും എല്ലാ വിദ്യാഭ്യാസ താല്പര്യരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഹാർവാർഡ്. അവിടെ പോകാൻ അദ്ദേഹത്തിന് അഡ്മിഷൻ അപേക്ഷ കൊടുത്തു, മാസ്റ്റേഴ്സ്. അവിടെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ, ഇദ്ദേഹം പോലീസ് വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ
ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അവിടുത്തെ ഒരു എൻട്രൻസ് എന്താണെന്നറിയോ, തൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം 750 വാക്കിൽ എഴുതി അയക്കണം. അതായത് നമ്മുടെ തന്നെ ജീവിതം 750 സ്വന്തം ജീവിതം. അപ്പോൾ അദ്ദേഹം എഴുതിയത് എന്തിനെ കുറിച്ചാണെന്നറിയോ? പ്രോബ്ലം പീപ്പിൾ ടു സൊല്യൂഷൻ പീപ്പിൾ. എന്താ അറിയോ? പ്രശ്നങ്ങളിൽ ജനിച്ച്, പ്രശ്നങ്ങളിൽ ജീവിച്ച്, പ്രശ്നങ്ങളിൽ തന്നെ മരിച്ചു പോകുന്ന മനുഷ്യരാണ് മഹാഭൂരിപക്ഷവും. എനിക്കത് വേണ്ട. പ്രോബ്ലംസിൽ ജനിക്കും, പ്രോബ്ലംസിൽ ജീവിക്കും, പക്ഷെ പ്രോബ്ലംസിൽ മരിക്കാൻ പാടില്ല, സൊല്യൂഷൻസിൽ മരിക്കണം. അങ്ങനെ എഴുതിയപ്പോൾ അന്ന് കേരളത്തിലെ ഒരുപാട് സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥന്മാർ അപേക്ഷിച്ചിരുന്നു. ഇദ്ദേഹത്തിന് മാത്രമേ കിട്ടിയുള്ളൂ, പക്ഷേ നടന്നില്ല. ഭയങ്കരമാണ്. അപ്പോൾ പക്ഷേ അത് അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് പണം ഉണ്ടായില്ല, ഹാർവാർഡിൽ പോകാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല, പോയില്ല. മാത്രമല്ല കുടുംബത്തിൻ്റെ കൂടെ ഇവിടെ നിലനിൽക്കേണ്ട, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിലനിൽക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പോയില്ല. പക്ഷെ പിന്നെ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വഴിയിൽ അത്ഭുതങ്ങൾ വരികയാണ്. 2016 ഇദ്ദേഹം മലപ്പുറം SP ആയിരിക്കും. 2006 മലപ്പുറം SP ആയിരിക്കുമ്പോൾ ചേലേമ്പ്ര എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിൽ ഒരു ബാങ്ക് കൊള്ള നടന്നു. അത്യന്തം ഗംഭീരമായി, അത്യന്തം ആസൂത്രിതമായ കൊള്ളയായിരുന്നു. ആ കൊള്ള ആക്ഷൻ പ്ലാൻ അനുസരിച്ച്, ദിവസങ്ങൾ എന്ന് പറയുന്ന ഒരു കൃത്യമായ പ്ലാൻ അനുസരിച്ച് മാസങ്ങൾക്കകം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തി ശിക്ഷ കൊടുത്ത് അദ്ദേഹത്തിന് അത് വലിയ തോതിൽ വിജയിപ്പിക്കാം. അതിഭീകരമായ കൊള്ളയായിരുന്നു, ആസൂത്രിതമായ കൊള്ളയായിരുന്നു. ഒരുപാട് മനുഷ്യരുടെ ജീവിതം കൊണ്ടുപോയി പണയം വെച്ച സമ്പത്ത്, സ്വർണം എല്ലാം നഷ്ടപ്പെടുത്തിയതാണ്. അതിൽ മഹാഭൂരിപക്ഷവും തിരിച്ചു കിട്ടി. അടിയന്തരമായി നടന്നതുകൊണ്ട്. ഇത്തരം അന്വേഷണങ്ങൾ വർഷങ്ങൾ നീണ്ടുപോവുക ചെയ്യുക. പക്ഷേ ഇമ്മീഡിയറ്റ് ആയി നടന്നതുകൊണ്ട് വളരെ ശാസ്ത്രീയമായി ആ അന്വേഷണ സംഘത്തെ നയിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ പെട്ടെന്ന് അന്വേഷണം നടന്നതുകൊണ്ട്, കുറ്റവാളിയെ കിട്ടിയത് കൊണ്ട് ഈ തുണ്ടി മുതലൊക്കെ കിട്ടി, കണ്ടെത്തി, ഈ മുതൽ മുഴുവൻ തിരിച്ചു കിട്ടി എല്ലാവർക്കും. അപ്പോൾ ആ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും പലയിടത്തായിട്ട് എഴുതിയപ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ വലിയ ഹിറ്റ് മേക്കർ ഉണ്ട്. സിനിമയും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് അനിർബൻ ഭട്ടാചാര്യ എന്ന എഴുത്തുകാരൻ ഇത് അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയൊക്കെയാണ് പുതിയ ക്രൈം ത്രില്ലർ ഉള്ളത്. അനിർബൻ ഭട്ടാചാര്യ ഇന്ത്യാസ് മണി ഹേസ്റ്റ് എന്ന പേരിൽ ഈ പുസ്തകം എഴുതി. ഈ പുസ്തകം ലോകത്തിലെ ബെസ്റ്റ് സെല്ലറായി. ആ പുസ്തകം ബെസ്റ്റ് സെല്ലറായി മാത്രമല്ല, അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യത്തെ അറിയിപ്പ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ നിന്നാണ്. അവിടെ ലൈബ്രറിയിൽ ഈ പുസ്തകം ആളുകൾ ആവർത്തിച്ച് വായിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് മാറി. ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം എങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളൊക്കെ, സ്റ്റാൻഫോർഡ്, ഇപ്പോൾ അനിർബൻ ഭട്ടാചാര്യ ഈ പുസ്തകത്തിന് കൊടുത്ത പരസ്യത്തിൽ പറയുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, പെൻസിൽവാനിയയിൽ, ടെക്സാസിൽ ഒക്കെ ഈ പുസ്തകം പഠിപ്പിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തെക്കുറിച്ച് ABC പണ്ട് നേരത്തെ ഒരു ചർച്ച വെച്ചിരുന്നു. എപ്പോൾ എന്ന് വെച്ചാൽ ഈ പുസ്തകം മലയാളത്തിലേക്ക് വന്നു. ഇംഗ്ലീഷിൽ നിന്ന് P. വിജയൻ സാറിൻ്റെ തന്നെ ഒരു സുഹൃത്ത് സെയ്ഫ് മുഹമ്മദ് എന്ന ഒരാൾ, ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്ത്, അത് മലയാളത്തിലേക്ക് എഴുതി, മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു, മലയാളത്തിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതും ചൂടപ്പം പോലെ വിറ്റ് പോകുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ വിറ്റ് പോകുന്ന ഒരു ജീവചരിത്രം കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായകമായ സംഭവം കൂടിയാണ്. ഇതാണ് P. വിജയൻ. അതുകൊണ്ട് P. വിജയൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. SPC അറിയാലോ, കുട്ടികളുടെ സ്റ്റുഡൻറ് പോലീസ് കാഡർ എന്ന് പറയുന്ന ഒന്ന്. പുണ്യം പൂങ്കാവൻ എന്നീ പറഞ്ഞില്ല, ശബരിമല ഒന്ന് ആലോചിച്ച് നോക്കൂ. പോലീസിന് അവിടെയുള്ള ആകെയുള്ള പണിയെന്ന് തിരക്ക് നിയന്ത്രിക്കാൻ പോവുക, ആളുകളെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാട്, അതിൻ്റെ ആത്മീയത, അതിൻ്റെ ഒരു വിശുദ്ധി, അതിൻ്റെ പുണ്യം, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ആരംഭിച്ച ശബരിമലയെ ശുദ്ധീകരിക്കാൻ വേണ്ടി അദ്ദേഹം ആരംഭിച്ച പദ്ധതിക്ക് തന്നെ പേര് എത്ര മനോഹരമാണ്. അപ്പോൾ സർഗാത്മകതയുള്ള ഒരാൾ, ഉള്ളിൽ കാരുണ്യമുള്ള ഒരാൾ, ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരാൾ, അങ്ങനെ ഒരാൾ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ജീവിതത്തിൽ തീർത്ത ഏറ്റവും വലിയ അത്ഭുതം തീർച്ചയായിട്ടും അനേകായിരം മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ച ഹോപ്പ് എന്ന പദ്ധതിയാണ്. അതിൻ്റെ വിജയാഘോഷമാണ് ഇന്ന് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തോഷം രാജ്യത്തിൻ്റെ സന്തോഷമാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സന്തോഷമാണ്. പോലീസിൻ്റെ മാത്രം സന്തോഷമല്ല, മലയാളികളുടെ മൊത്തം സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. അദ്ദേഹത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള വിജയാശംസകൾ നേരാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.